ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു അടിപൊളി സ്പൈസി ഫിഷ് കറീൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ നാട്ടിലൊക്കെ ഇതിന് മീൻ വരട്ടിയത് എന്ന് പറയും, ചില സ്ഥലത്തൊക്കെ മീൻ മുളകിട്ടത് എന്ന് പറയുന്ന കേൾക്കാം. അപ്പം ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ മീൻ വരട്ടിയത് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ ഈ ഒരളവിൽ വെളുത്തുള്ളി, പിന്നെ 3 ടൊമാറ്റോ, പിന്നെ ഇതുപോലെ 10-12 ചെറിയുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, 2 വറ്റൽമുളക്, പച്ചമുളക്. ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ചെറിയുള്ളി തന്നെ ചേർത്താൽ ആ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ സവാള ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും കൂടി ചേർക്കാം, നിർബന്ധമില്ല. ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പച്ചമുളകായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. തക്കാളി നല്ല റെഡ് കളറിലെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി വേണ്ടത് ഈ ഒരു സൈസ് പുളിയാണ്. ഞാനിപ്പോൾ 3 തക്കാളി എടുത്തുകൊണ്ട് നല്ല പുളിപ്പുണ്ടാവും. അപ്പം കുറച്ച് പുളിയെടുക്കുക. പിന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഞാനിപ്പം ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായാൽ ഇതുപോലെ 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഇതുപോലെ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. പിന്നെ 2 വറ്റൽമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ ഇതുപോലെ വെളുത്തുള്ളി എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതുപോലെ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളിയും കൂടി ഇട്ട ശേഷം ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ട് വരണം. ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ പൗഡേഴ്സ് ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി അങ്ങനെയാണ് ചേർക്കുന്നത്. ഞാനെടുത്ത മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അപ്പം നിങ്ങൾ കാശ്മീരി മുളക് പൊടി എടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അന്നേരം നല്ല കളറും കിട്ടും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെ പച്ചമണം മാറിയാൽ ഇതുപോലെ ആക്കി വെച്ച പുളി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സായി കിട്ടിയാൽ ഇതിലത്തേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് വീണ്ടും മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. കുറച്ചൊന്ന് കുറുകി വരണം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരും. ഇതുപോലെ കുറച്ച് തിളച്ച് വരുമ്പം ഇതുപോലെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മീനിൽ എന്നാൽ നല്ല രീതിയിൽ ഉപ്പ് പിടിക്കും, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് പിടിക്കില്ല അതിലത്തേക്ക്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിൽ കിടന്നിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വരണം. പിന്നെ മീൻ കഷ്ണങ്ങൾ വേവ് കൂടിപ്പോയാൽ എല്ലാം ഉടഞ്ഞു പോകും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ കുക്കാവാൻ പാടില്ല. അപ്പോൾ മീനെല്ലാം ആവശ്യത്തിന് വെന്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മീൻ വരട്ടിയത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.